അച്ചു നീ എവിടെ പോണാണ്? താൻ പോടോ. തന്റെ ഒപ്പം ജീവിച്ചാലേ എന്റെ ജീവിതം പോകുന്നു. പറയണ കേക്ക് പോവല്ലേ? അവള് ജോലിയൊക്കെ കുറഞ്ഞിട്ട് വന്നേക്കണ്. ഇത്ര നാൾ ഞാൻ ആൾക്കാരുടെ മുന്നിലേ ഗൾഫാരന്റെ ഭാര്യ എന്ന് പറഞ്ഞത് ഇനി എന്ത് പറഞ്ഞോ പിച്ചക്കാരന്റെ ഭാര്യ നാണില്ലോട് എനിക്ക് പറയാനായിട്ട്. ജോലിയും കൂലും കളഞ്ഞു വന്നേക്കണ അയാള്. ഞാൻ പോണ എന്റെ വീട്ടിലോട്ട്. അച്ചു പോകല്ലേ? പോകല്ലേ, ഞാൻ പോണേടോ. എന്റെ പുറകെ വന്നേക്കരുത്. എന്താണ് മോളി ബാഗൊക്കെ എടുത്തോണ്ട് എവിടെ പോണ്? അയ്യോ, ഒന്നും അറിയാത്ത പോലെ. മോന്റെ ജോലി പോയെന്ന് അറിഞ്ഞില്ലേ? ഇത്ര നാള് ഞാനേ ഗൾഫുകാരന്റെ ഭാര്യ എന്നാണ് അറിഞ്ഞത്. ഇനി നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ എന്ത് പറയാനാണ്? ഞാൻ പോണേണ്. ഞാനിനി ഇവിടെ നിക്കൊന്നുമില്ല. മോള് പറഞ്ഞത് ശരിയാണ്. അവന്റെ ജോലി പോയി. ഇനിയിപ്പൊ അവന് നല്ലൊരു ജോലി വേറെ നോക്കാല്ല. ഈ സമയത്ത് മോൾ അവന്റെ കൂടെ നിക്കല്ലേ വേണ്ടത്, അല്ലാതെ അവനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയൊക്ക ഇങ്ങനെ പോവുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ എന്ത് വേണം? ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് ജീവിക്കാനാ? എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൊന്നുമില്ല. ഞാൻ നല്ല രീതിയിലാണ് ജീവിച്ച് വളർന്നത്. അതുകൊണ്ടേ ഞാൻ എന്റെ വീട്ടിൽ പോണേണ്. അവിടെ എന്റെ ആങ്ങളമാരെ എന്നെ രാജകുമാരിയെ പോലെ നോക്കിക്കോളും. മോളെ എന്നാലും എന്തെന്നാലും ഇറങ്ങിക്കോ രണ്ടുപേരും കൂടി ഫീച്ചർ ചട്ടിയായിട്ട് എന്തെങ്കിലും തിന്നണോ? അതെ, അത് ഇതും പറഞ്ഞ എന്റെ വീട്ടിലോട്ട് വന്നേക്കരുത്. പോയല്ലേ അവള്? നീ വിഷമിക്കണ്ട. പെട്ടെന്ന് നിന്റെ ജോലി പോയെന്ന് പറഞ്ഞപ്പ ആ ഒരു ദേഷ്യത്തിലാണ് അവൾ ഇറങ്ങിപ്പോയത്. 2 ദിവസം കഴിയുമ്പോ ആ ദേഷ്യമൊക്കെ മാറും. അപ്പൊ അവള് താനെ തിരിച്ചു വന്നോളൂ. നീ സമാധാനപ്പെട്. 2 ദിവസമേ അവൾ വീട്ടിൽ പോയി നിക്കട്ടെ. പോയിട്ട് എന്താന്നാവോ? അവനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. വന്നിണ്ടല്ലോ. മോനെ എന്തായി? അവൾ വന്നില്ലേ? അവള് വന്നില്ല അമ്മേ. അത് മാത്രല്ല, അവളുടെ വീട്ടിലെയും ആ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെ നാണം കെടുത്താണ് വിട്ടത്. എന്തൊക്കെയാണെന്ന് തന്നെ പറഞ്ഞു പറ്റിച്ചെന്നവളെ. ഈ പെൺകൊച്ചെന്നാണ് ഇങ്ങനെ? അവളിവിടെ എങ്ങനെ ജീവിച്ചതാണ്? വല്ല കുറവ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന? പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അവളെല്ലാം ഇട്ടെറിഞ്ഞു പോയല്ല. ഇത്രയും നാളോളം ജീവിച്ചതും എല്ലാം അവള് മറന്നുപോയി. പറഞ്ഞിട്ട് കാര്യമില്ലാമേ. അവൾ ആഗ്രഹിച്ചത് ഒരു ഗൾഫാരന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ്. ആ ഒരു പേരും ഇതൊക്കെ പോയപ്പോ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് തന്നെ. ഇവളെന്താണ് ഇങ്ങനെയായി പോയത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല. ഇപ്പൊ ഒരു ജോലി പോയെന്ന് പറഞ്ഞ എന്താണ്? എത്ര ജോലി വേറെ കിട്ടും? അതിനും ഒരു സമാധാനം കൊടുക്കാതെ അവള് അപ്പത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി. ഇനിയിപ്പൊ ഞാൻ വിളിക്കാനൊന്നും പോണില്ല. നീ വിഷമിക്കണ്ട. ഞാനേ അവളെ പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറയാ. അവളെന്തായാലും എന്റെ ഒപ്പം വരും. അമ്മയും പോയി നാണം കെടാനാണ്. അതൊന്നും വേണ്ട. ആ കൊച്ചിനെ കാര്യങ്ങൾ അറിയാത്തതിന്റെ അതിനോടൊന്ന് പോയി എല്ലാം സംസാരിച്ച ശരിയാവും. അമ്മയുടെ ഇഷ്ടത്തിന് എന്താന്ന് ചേച്ചി. ഞാനിനി എന്തായാലും ഇല്ല അങ്ങോട്ട്. അവന്റെ വിഷമം കണ്ടില്ലെന്ന് വെക്കാനും പറ്റൂല. അവളെന്ന് വെച്ചാല് ജീവനാണ്. എന്തായാലും ഞാൻ പോയി സംസാരിക്കും. അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തായാലും അവള് തിരിച്ചു വരും. എന്താണ് വന്നത്? മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മോൾ വീട്ടിലേക്ക് വന്നു. മോളെന്ന് വെച്ചാല് അവന് ജീവനാണ്. നീ പോയ പിന്നെ അവനൊന്ന് സന്തോഷത്തോടെ ഇരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. മോളെന്തായാലും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നിങ്ങളുടെ മോനോട് പറഞ്ഞ ആട്ടി വിട്ടതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങോട്ട് കയറി വന്നത്? അവന്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. മോളെ, ഭാര്യയും ഭർത്താവിന്റെ ഇടയില് ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവന്റെ ജോലി പോയി, സമ്മതിച്ച്. ജോലി ഒരെണ്ണം കിട്ടാവുന്നതേ ഉള്ളൂ. ആ ഒരു കാരണവും പറഞ്ഞോണ്ടും ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയായ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്ത് സന്തോഷത്തോടെയാണ് ഇതിനു മുന്നേ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്? പഴയ കാലമൊക്കെ പറഞ്ഞ മനുഷ്യനെ മയക്കാൻ നോക്കണേന്ന്. അതെ, ഞാനിനി അങ്ങോട്ട് വന്നില്ല. നിങ്ങളുടെ മോനിനി എന്ത് ജോലി കിട്ടാനാണ്? 1.5 ലക്ഷം സാലറി ഉണ്ടായതാണ്. അതൊക്കെ കളഞ്ഞിട്ട് അയാൾ വന്നേക്കണം. ഇവിടെ ഇരിക്കണല്ലേ, അല്ല കൂലിപ്പണിക്ക് പോകും. ആ ദാരിദ്ര്യത്തിലോട്ടെ ഞാനില്ല, ഞാൻ പറഞ്ഞേക്കാം. മോളെ, എന്താണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത്? ഇത് തന്നെ നിർത്തിക്കുന്നയുടെ സംസാരം. ഇത്ര നേരം ഞാൻ നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഇനി എന്റെ വായിക്കെടുക്കണത് കേക്കോട്ടോ. മര്യാദക്ക് ഇറങ്ങി പൊക്കോണം. ഞാനിവിടെ സുഖമായിട്ടാണ് ജീവിക്കണത്. ഇതൊക്കെ കളഞ്ഞേ ആ നരകത്തിലോട്ട് ഞാൻ വന്നില്ല. മര്യാദക്ക് പൊക്കിയേ. കാണുന്ന കല്യാണം നിങ്ങളാ. മോളെ, ഇറങ്ങി പോന്നോളേ. അതെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനേ നല്ലൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചാതെ ഡിവോഴ്സിന്റെ നോട്ടീസ് വന്നോളൂ. ഡിവോഴ്സാ? ആ, ഡിവോഴ്സ് തന്നെ. മോനോട് പറഞ്ഞേക്ക് ഒപ്പിട്ട് വരാൻ. എനിക്ക് മതിയെ അയാളുടെ ഒപ്പം ജീവിച്ച്. മോളെ, അതൊക്കെ വേണോ? ആ, അതൊക്കെ വേണം.
ചെല്ല്. വന്നേക്കാണ് തള്ളമ്മ. മോനെ ആ എന്ത് പറ്റി നോക്ക്? ചെറിയ തലവേദന. ആ വക്കീൽ നോട്ടീസ് വന്നപ്പോ മുതൽ തുടങ്ങിയതാണ് നിന്റെ ഈ തലവേദന. മോനൊരു കാര്യം ചെയ്യ്, ഇനി ആ ബന്ധം എന്തായാലും നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. നമ്മ എത്ര തവണ പോയി അവിടെ കാല് പിടിക്കണ പോലെ അമ്മ പോയി അവളോട് എല്ലാം സംസാരിച്ചതാണ്. അവള് നമ്മളെ കുടുംബോട്ട് ചേർത്ത് പോവില്ല, നമുക്ക് വേണ്ട. മോനെ അതിലൊപ്പിട്ട് തിരിച്ചങ്ങ് കഴിച്ചേക്ക്. ഞാനതാണ് ആലോചിക്കുന്നത്. ഇത്രയും കാല് പിടിക്കാവുന്നതിന്റെ അപ്പുറം കാല് പിടിച്ച്, കെഞ്ചാവുന്നതിന്റെ അപ്പുറം കെഞ്ചി. ഇനി വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതോടെ തീരട്ടെ. അമ്മ വേറൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണോണ്ടാണ് എനിക്ക് ഈ സങ്കടം. എളയച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എളയച്ചന്റെ കമ്പനിയിലെ ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്ന്. മോനൊന്ന് ആ ജോലിക്ക് പോ. ഡ്രൈവറായിട്ടാ? ഞാനാ? അതിനിപ്പോ എന്താണ്? ഈ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോ സങ്കടങ്ങൾ വന്നത്, ഓരോന്ന് ആലോചിച്ച്. ജോലിക്ക് പോയി കഴിഞ്ഞാല് അതെല്ലാം മറക്കും. പിന്നെ ഡ്രൈവർ എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ജോലിയൊന്നും അല്ലല്ലോ. എന്നാലും അങ്ങനെ എല്ലാം ഇത്രയും വലിയ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് ഞാൻ ഈ ഡ്രൈവറിന്റെ ജോലിയൊക്കെ എടുക്കണം പറയാൻ നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്തെങ്കിലും വിചാരിച്ചോട്ടെ. ദേ, നമുക്ക് അക്കാനും മോഷ്ടിക്കാനൊന്നുമല്ലല്ലോ പോണത്, നല്ലോണം ജോലി എടുത്തിട്ട് കുടുംബം നോക്കാനല്ലേ. അതിലിപ്പോ എന്ത് വിചാരിക്കാൻ? അതില് മോൻ ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഏതൊരു ജോലിക്കേ അതിൻ്റെതായ അന്തസ്സുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ജോലിക്ക് പോ. ചിലപ്പോ ഇതൊക്കെ ഒരു പരീക്ഷണം ഒരിക്കലുള്ളൂ, ദൈവം നമ്മളെ പരീക്ഷിക്കണായിരിക്കുള്ളൂ. ഈ ഒരു പരീക്ഷണത്തില് നമ്മ തോറ്റു പോവരുത്. ചിലപ്പോ നാളെ നിനക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷങ്ങളായിരിക്കും ദൈവം ഒരുക്കി വെച്ചേക്കണത്. അതുകൊണ്ട് ഞാൻ ഏകദേശം വിളിച്ച് പറയാൻ പോണെയാണ് നീ ജോലിക്ക് വരുമെന്ന്. അമ്മ പറഞ്ഞു. എന്തായാലും ഈ പരീക്ഷണം കൂടി അങ്ങ് നടക്കട്ടെ. ഞാൻ എന്തായാലും വിളിച്ചു പറയാട്ടോ. അമ്മേ, 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 ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ? ഗൾഫിലെ കമ്പനി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ കേസൊക്കെ കഴിഞ്ഞപ്പാ? കേസ് മുതലാളി ജയിച്ചമ്മേ. മുതലാളിയുടെ അനിയൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുതലാളി ഇപ്പൊ കേസ് കൊടുത്താക്കിയിരുന്നു. എന്റെ വിധി വന്ന് മുതലാളി ജയിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അടുത്ത മാസം ഞാൻ ചിലപ്പോ തിരിച്ചാ പോട്ടാ. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ല. സത്യം, എനിക്കും അതില്ല. എന്താ പറയാ, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അമ്മേ. ഞാൻ പറഞ്ഞില്ല മോനെ, ദൈവം നമ്മളെ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിൽ എന്തായാലും എന്റെ മോൻ ജയിച്ച് കണ്ട, അതിനുള്ള സന്തോഷം ഇപ്പൊ നിന്നെ തേടി എത്തിയത് കണ്ട. എന്റെ ദൈവമേ, സമാധാനം. അമ്മ പോയി ഇതിന് പായസം ഉണ്ടാക്കട്ടെ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റണില്ല. ആരാ? അമ്മേ, ആരാണെന്നാ? അമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മയുടെ മരുമോള്. മരുമോളോ? എനിക്ക് മരുമോളൊന്നുമില്ല. പിന്നെ എന്റെ മോൻ കല്യാണം കഴിച്ചിരുന്നു, പക്ഷെ ഡിവോഴ്സായി പോവുകയും ചെയ്ത്. അതുകൊണ്ട് എനിക്കിപ്പോ മരുമോളൊന്നും ഇല്ലല്ലോ. അമ്മ എന്നെ കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. അമ്മ എന്നോട് ക്ഷമിക്കണോ അമ്മേ? എനിക്ക് എന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. അന്ന് ഞാൻ എന്റെ പൊട്ട ബുദ്ധി കൊണ്ടാണ് അമ്മേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ പോവാൻ പാടില്ലായിരുന്നു. ചേട്ടനും അമ്മയും മാറി മാറി വന്ന് വിളിച്ചിട്ടും ഞാൻ നിങ്ങളെ ആട്ടി വിട്ടില്ലേ, അതൊക്കെ എന്റെ തെറ്റാണമ്മേ. അമ്മേനെയും ചേട്ടനെയൊക്കെ ഞാൻ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണമ്മേ. ഞാനിപ്പോ എന്റെ വീട്ടിലൊരു വേലക്കാരിയാണമ്മേ. അവരെനിക്കിപ്പോ തന്നേക്കണ സ്ഥാനം അതാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമ്മ വിചാരിക്കണം. അമ്മ എന്നോട് ക്ഷമിച്ച് എന്നെ സ്വീകരിക്കണോ അമ്മേ. ഞാൻ ചേട്ടനെ കൊറേ വിളിച്ചായിരുന്നു, പക്ഷെ ചേട്ടൻ ഫോൺ എടുക്കണില്ല. അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അമ്മേനോട് ക്ഷമിക്കണോ അമ്മേ. എനിക്കിനി പഴയ പോലെ എന്റെ ചേട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചാ മതി അമ്മേ. അമ്മേനെ ക്ഷമിക്കില്ലേ? എന്നെ സ്വീകരിക്കില്ലേ അമ്മേ? ചുരുക്കി പറഞ്ഞ, നിനക്കിപ്പ നിന്റെ വീട്ടില് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അതുകൊണ്ട് അടുത്ത അടവായിട്ട് ഇറങ്ങിയേക്കണായിരിക്കും ഇനി തിരിച്ച് ഈ വീട്ടിലേക്ക് കേറാന്ന്. നടക്കൂല മോളെ, അത് നടക്കൂല. എന്റെ മോനെ, നീയൊന്നു വെച്ചാല് ജീവനായിരുന്നു. നിന്നെ അത്ര ഇഷ്ടമായിരുന്നു അവന്. നീയായിരുന്നു അവന്റെ ലോകം. നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്തു തന്നത്.
അവന്റെ ജോലി ഒന്ന് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ അവനെ ഉപേക്ഷിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. അന്ന് തകർന്നതാണ് എന്റെ മോന്റെ മനസ്സ്. അവൻ ഇവിടെ കിടന്ന് എന്തോരം വേദനിച്ചെന്ന് നിനക്കറിയോ? എത്ര തവണ അവൻ നിന്നെ ഫോണിൽ വിളിച്ച് നീ ഒന്ന് എടുത്താ, അവനോടൊന്ന് സംസാരിച്ചാ? ഇല്ല. അവസാനം സങ്കടം സഹിക്കാൻ പറ്റാണ്ടാണ് അവൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് നീ വന്നാ? ഇല്ല. അവൻ ഇവിടെ വന്നിരുന്ന് സങ്കടപ്പെടുന്നതും കരച്ചിലും അവന്റെ വിഷമവും എല്ലാം കണ്ടിട്ടാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ നീ എന്താണ് ചെയ്തത്? നിന്റെ ആങ്ങളമാരുണ്ട്, നിന്റെ ആങ്ങളമാര് നിന്നെ രാജകുമാരിനെ പോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ വീട്ടിൽ നാട്ടിയിറക്കിയില്ലേ? നീ അന്നേ എന്നെ ആട്ടി വിട്ടത് ഞാൻ എന്റെ മോനോട് പറഞ്ഞില്ല, അവൻ വിഷമിക്കും. നീ അന്നേരം പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ എല്ലാം തിരിച്ചറിഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇല്ലേ, നിന്റെ ഡിവോഴ്സ് നോട്ടീസ് ഈ വീട്ടിലേക്ക് എത്തി. അന്ന് തീരുമാനിച്ച് ഇനി നീ ഈ വീട്ടിൽ മരുമോളായിട്ട് വേണ്ടാന്ന്. ഇപ്പൊ ആങ്ങളമാര് രാജകുമാരി എന്നുള്ള സ്ഥാനവും കളഞ്ഞ് വേലക്കാരത്തി ആക്കിയല്ലേ. അവിടെ നിക്കാൻ പറ്റാതായപ്പോഴത്തേക്കും ഇങ്ങോട്ട് പോന്നേക്കാണ്. ദേ, ഇനി നിന്നെ പോലത്തെ ഒരു മരുമോള് ഈ വീട്ടിലേക്ക് വേണ്ട. നീയായിരുന്നു ഈ കുടുംബത്തിന്റെ ശാപം. നീ ഈ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോടെ എന്റെ മോൻ രക്ഷപ്പെട്ടു. നിനക്കൊക്കെ ഭാര്യ എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. ഭർത്താവിന്റെ കാശ് മാത്രം സ്നേഹിച്ചിട്ടല്ല ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്. ഭർത്താവിന്റെ സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണം. അതേപോലെ തന്നെ ഭർത്താവിന് ഒരു സങ്കടം വരുമ്പോ ആ സങ്കടത്തില് നമ്മൾ വേണം തണലായി താങ്ങായിട്ട് നിക്കാൻ. ഇതങ്ങനെയല്ലല്ലോ നീ ചെയ്തത്. ഇറങ്ങി പോവല്ലേ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ഗതികേട് വന്നപ്പോഴത്തേക്കും തിരിച്ചിങ്ങ് വന്നേക്കാണ്. ഇനി നിന്നെ ഈ വീട്ടിലേക്ക് വേണ്ട, ഇറങ്ങിപ്പോയിക്കോ. ഇപ്പൊ നീ അനുഭവിക്കുന്ന ദുരന്തങ്ങളില്ലേ നീയായിട്ട് സ്വയം പടുത്തി വെച്ചാണ്. അപ്പൊ അതങ്ങ് അനുഭവിച്ചങ്ങ് തീർത്തോ. ആ പിന്നെ ഒരു കാര്യം, എന്റെ മോനെ ഞാൻ നല്ലൊരു പെൺകൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവനെ ലീവിന് വരുമ്പോ അവന്റെ കല്യാണം ഞാൻ നടത്തും കേട്ടോ. മര്യാദക്ക് പോക്കെ വീട്ടിൽ നിന്ന്. പഠിച്ചെടുത്ത് കേട്ടാൻ പാടുള്ള സാധനങ്ങളാണ്. ഈ അമ്മ ഇവളോട് ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സ്വന്തം ഭർത്താവിന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവന് താങ്ങായി നിൽക്കാതെ അവനെ തള്ളിപ്പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവളാണിവൾ. ഇവളെ ഇനി ഈ കുടുംബം തിരിച്ച് സ്വീകരിക്കണമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.